കാപ്പി കൂടി കഴിഞ്ഞ് വേഷമൊക്കെ മാറി വരുമ്പോൾ അണ്ണാൻകുട്ടി പതുക്കെ പതുക്കെ നടക്കുന്നതു കണ്ട മിനിക്കുട്ടി തുള്ളിച്ചാടി. അവൾ ഓടിപ്പോയി കടയിൽ നിന്ന് ഒരു ചെറുപഴം വാങ്ങിക്കൊണ്ടുവന്ന് പകുതി തൊലി കിഴിച്ച് അണ്ണാൻകുട്ടിയുടെ മുന്നിൽ വെച്ചുകൊടുത്തു. പകുതി പഴത്തോളം കാരിത്തിന്ന അണ്ണാൻകുട്ടി അവിടെങ്ങും ഓടിയും ചാടിയും കളിക്കാൻ തുടങ്ങി. മിനിക്കുട്ടി ആ അണ്ണാറക്കണ്ണന് ജിങ്കനയെന്ന് പേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. മിനിക്കുട്ടിയും ജിങ്കനയും നല്ല കളിക്കൂട്ടുകാരായി. മിനിക്കുട്ടി എന്തു പറഞ്ഞാലും ജിങ്കന അനുസരിക്കും. എത്ര അകലെയായിരുന്നാലും ജിങ്കനയെന്ന് നീട്ടി വിളിച്ചാൽ അത് ഓടിപ്പാഞ്ഞെത്തും. മിനിക്കുട്ടിക്ക് ജിങ്കന ജീവൻ്റെ ജീവനായി. എന്നാൽ ജിങ്കനയെ കളിപ്പിച്ചു നടന്ന മിനിക്കുട്ടിക്ക് പഠിപ്പിൽ ശ്രദ്ധയില്ലാതാകുകയും ക്ലാസ് പരീക്ഷയിൽ മാർക്ക് വല്ലാതെ കുറയുകയും ചെയ്തു. മിനിക്കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയതിൽ അധികം വിഷമിച്ചത് സ്കൂൾ അധികൃതരായിരുന്നു. ഈ SSLC പരീക്ഷയിൽ മിനിക്കുട്ടി ഉന്നത വിജയം നേടുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൾ പഠിപ്പിൽ പിന്നോക്കം പോയതോടെ ആ പ്രതീക്ഷയും അസ്ഥാനത്തായി. ടീച്ചർ മിനിക്കുട്ടിയെ വിളിച്ച് പരീക്ഷയിൽ മാർക്ക് കുറയാനുള്ള കാരണം ആരാഞ്ഞു. അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാം ടീച്ചറെ, മിനിക്കുട്ടി ചെറിയ പേടിയോടെ പറഞ്ഞു. ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? നന്നായി പഠിച്ചിരുന്നതാണല്ലോ. പരീക്ഷയിൽ മാർക്ക് കുറയാൻ തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാകും. ഇങ്ങനെ ആലോചിച്ച ടീച്ചർ മിനിക്കുട്ടിയുടെ അമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. പഠിപ്പിൽ മുന്നിലായിരുന്ന മിനിക്കുട്ടിക്ക് ഇക്കഴിഞ്ഞ ക്ലാസ് പരീക്ഷയിൽ ഇത്ര കുറവ് മാർക്ക് കിട്ടിയതിനുള്ള കാരണം അന്വേഷിച്ചു. വഴിയിൽ നിന്നും കിട്ടിയെന്നു പറഞ്ഞ് ഒരണ്ണാറക്കണ്ണനെ ഇവൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചറെ. എപ്പോഴും അതിനെ കളിപ്പിച്ചു നടക്കലാ പണി. ഒരക്ഷരം പഠിക്കൂല. നേരത്തിന് ഭക്ഷണവും കഴിക്കൂല. അതിനെ എവിടെയെങ്കിലും കൊണ്ടു കളയാൻ പറഞ്ഞാൽ ഇവളൊട്ട് കൂട്ടാക്കൊന്നുമില്ല. അമ്മ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. അണ്ണാറക്കണ്ണനെ കളിപ്പിച്ചിരുന്നു ഭാവി കളയരുത്. നന്നായി പഠിക്കാൻ നോക്കണം. SSLC പരീക്ഷയ്ക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. മിനിക്കുട്ടി ഒന്ന് മനസ്സിരുത്തിയാൽ ഉയർന്ന മാർക്കോടെ ജയിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ടീച്ചർ ഒരു ഉപദേശം പോലെ മിനിക്കുട്ടിയോട് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ അമ്മ ചോദ്യം ചെയ്തു. വടിയെടുത്ത് മിനിക്കുട്ടിയെ തലങ്ങും വിലങ്ങും അടിക്കുകയും ചെയ്തു. വേദന സഹിക്കാൻ കഴിയാതെ മിനിക്കുട്ടി വാവിട്ടു കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ജിങ്കന ഓടി വന്നു. മിനിക്കുട്ടിയെ പഠിപ്പിക്കാൻ താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എണ്ണിപ്പറഞ്ഞ് അമ്മ അവളെ വീണ്ടും വീണ്ടും അടിച്ചു. ആ കുരുത്തം കെട്ട അണ്ണാറക്കണ്ണനെ എവിടെയെങ്കിലും കൊണ്ടു കളഞ്ഞില്ലെങ്കിൽ ഞാനതിനെ തല്ലിക്കൊല്ലും. മര്യാദയ്ക്കൊരിടത്ത് കുത്തിയിരുന്ന് പഠിച്ച് ജയിക്കാൻ നോക്കിക്കോ. നീയും ഒരണ്ണാനും, അമ്മ താക്കീത്ത് പോലെ പറഞ്ഞ് കയ്യിലിരുന്ന വടി ദേഷ്യത്തോടെ താഴെ എറിഞ്ഞ് നടന്നു. മിനിക്കുട്ടി കരയുന്നത് കണ്ട ജിങ്കനയ്ക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ കാരണമല്ലേ മിനിക്കുട്ടി പഠിക്കാതായത്? അതുകൊണ്ടല്ലേ അമ്മയിൽ നിന്നും തല്ലു കിട്ടിയത്? മിനിക്കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ട് ജിങ്കനയും കരഞ്ഞു. മിനിക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം മിനിക്കുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. പരീക്ഷയിലെങ്ങാനും തോറ്റാൽ ആ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം തകരും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മിനിക്കുട്ടിയെ അമ്മ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും. ഞാനായിട്ട് ഒന്നിനും തടസ്സം നിന്നുകൂടാ. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ജിങ്കന ആത്മകഥം ചെയ്തു. ഓടിച്ചാടി വന്ന് മടിയിലിരുന്ന ജിങ്കനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് മിനിക്കുട്ടി കണ്ടു. അമ്മ പറഞ്ഞത് ജിങ്കനയ്ക്ക് വിഷമമായെന്ന് മിനിക്കുട്ടിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ ഒരിടത്തും കൊണ്ടുപോയി കളയില്ല. എനിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിലുള്ള വിഷമം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ നന്നായി പഠിച്ചാൽ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. വിഷമിക്കണ്ട കേട്ടോ, മിനിക്കുട്ടി ജിങ്കനയെ തലോടിക്കൊണ്ട് പറഞ്ഞു. മിനിക്കുട്ടിക്ക് എന്നെ ജീവന് തുല്യം സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനിവിടെയുണ്ടെങ്കിൽ മിനിക്കുട്ടിക്ക് ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റില്ല. വഴിയിൽ കിടന്ന് ചത്തുപോകുമായിരുന്ന എന്നെ എടുത്തു കൊണ്ടുവന്ന്
ശുശ്രൂഷിച്ചും ലാളിച്ചും വളർത്തിയ മിനിക്കുട്ടിയെ വിട്ടുപോകുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ മിനിക്കുട്ടിയുടെ നല്ല ഭാവിക്കു വേണ്ടി ഞാൻ പോകുന്നതായിരിക്കും നല്ലത്. നന്ദി പറയും പോലെ മുഖം മിനിക്കുട്ടിയുടെ ശരീരത്തിൽ ഉരുമ്മിയ ശേഷം ജിങ്കന അവളുടെ മടിയിൽ നിന്നിറങ്ങി ഓടിപ്പോയി.